വസ്ത്രാലയത്തിന്റെ സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന വിരുന്നിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖർ ഒത്തുചേർന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയായി. ഇതെല്ലാം തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു സ്വയം നവീകരണം തന്നെയാണ്. നവീകരണ പ്രവർത്തനത്തിന് പ്രധാനമായും ഈ കാലഘട്ടം അതത് വിശ്വാസികൾ ആ നിലയിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ എല്ലാവരുടെയും ആഘോഷങ്ങളെ ആ നിലയിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരിയുടെ ഒരു ഉയർന്ന സംസ്കാരം, മുനിസിപ്പാലിറ്റി എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളെ ആ രീതിയിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി തുടർച്ചയായി നടക്കുന്ന ഈ ഇഫ്താർ വിരുന്നിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. നമ്മൾക്ക് ഇങ്ങനെ ഇരുന്ന് കൂട്ടായ്മയോടുകൂടി സംസാരിക്കാനും നമ്മുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സന്തോഷം പങ്കുവയ്ക്കാനൊക്കെ ഇല്ലാതിരുന്നൊരു കാലം നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇങ്ങനെ നമുക്ക് ഒന്നു ചേർന്നിരുന്നു ഓണമായാലും റംസാനായാലും ക്രിസ്തുമസ് ആയാലും ഉത്സവങ്ങളായാലും എല്ലാം തന്നെ നമ്മൾക്ക് ഒരുപോലെ പങ്കുവയ്ക്കാൻ പറ്റുന്നത് ഈ കേരളത്തിൽ മാത്രം തന്നെയുള്ളൂ. റംസാൻ വ്രതശുദ്ധിയുടെയും പരസ്പര സ്നേഹത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഓട്ടുപാറ ജാറംപള്ളി ഖത്തീബ് ബഷീർ അസ്ലമി മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കുണ്ടാകുന്ന ഉപനീരിനപ്പുറം ഉണ്ടാകുന്ന അതിലേറെ കട്ടിയായി വരുന്ന വല്ല വസ്തു പോലും അത് വയറ്റിലേക്ക് ഇറക്കാൻ പാടില്ല, അത് പൊട്ടിക്കളയണമെന്ന രൂപത്തിൽ അത്രമാത്രം പൂർണ്ണമായും വയറിലേക്ക് ഒരു വസ്തുവും ഇറങ്ങാതെ വളരെ സൂക്ഷ്മതയോടുകൂടി അത് വൈകിട്ട് 6:40 വരെ ഇപ്പോഴത്തെ സമയം പൂർണ്ണമായും എല്ലാം ഒഴിവാക്കി അതിനപ്പുറം ശാരീരികമായ മറ്റ് താല്പര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അങ്ങനെ ശാരീരികമായും മാനസികമായും പൂർണ്ണമായും ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു ആരാധന മുറയാണ്, കർമ്മമാണ് നോമ്പ് എന്ന് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ OR ഷീല മോഹൻ, KP മദനൻ, PG സനീഷ്, ധന്യ നിതിൻ, സ്വപ്ന ശശി എന്നിവരും വിവിധ വാർഡ് കൗൺസിലർമാരും ചടങ്ങിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ, ദേവസ്വം മുൻ പ്രസിഡന്റ് വിജയൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് EK കുമാരൻ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മതസാമുദായിക പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ഇഫ്താർ സംഗമത്തിൽ പങ്കുചേർന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന ഈ വിരുന്ന് വടക്കാഞ്ചേരിയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. ഇത് മതങ്ങൾ തമ്മിൽ സൗഹൃദം സാധ്യമാണെന്ന് ലോകത്തെ അറിയിക്കുന്ന വടക്കാഞ്ചേരി ദേശ പ്രത്യേക പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിവിധ മതങ്ങളുള്ളത് ഒന്നിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ലോകത്ത് നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് മതങ്ങൾ തമ്മിൽ സൗഹൃദം സാധ്യമാണ്. കാരണം എല്ലാ മതങ്ങളും അവരുടെ ആചാരം എന്നുമായിക്കൊള്ളട്ടെ, ഭാഷ എന്നുമായിക്കൊള്ളട്ടെ, അവർക്ക് തേടുന്നത് ഈശ്വരനെയാണ്, ദൈവത്തെയാണ്. ആ യാത്രയിലെ ഒരു ആത്മവിശുദ്ധീകരണത്തിന്റെ കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. മുസ്ലിം സഹോദരങ്ങള് പ്രഭാതത്തിൽ പ്രദോഷം വരെ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങള് ഒരു ദീർഘകാലത്തേക്ക് 50 ദിവസത്തേക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങള് പാനീയങ്ങള് മാറ്റിവെച്ചുകൊണ്ട് അവർ ത്യാഗത്തിന്റെ അരൂപിയില് ഈ ദിവസങ്ങൾ നോമ്പെടുക്കുകയാണ്. അപ്പൊ എല്ലാ മതങ്ങളും ആത്മവിശുദ്ധീകരണമായിട്ട് ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോകുന്നത്. അതാണ് നമ്മുടെയും ഈ കേരളത്തിൽ വലിയ സമ്പത്ത്.